എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒരുവിധം എല്ലാ വ്യൂവേഴ്സിനും കേരളത്തിലെ വ്യൂവേഴ്സിനൊക്കെ സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു. മോഹൻജിയുടെ ആ ഒരു കേരളത്തിലെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. അപ്പോൾ കൊല്ലത്തെ ഒരുപാട് പേര് പോയി കണ്ടു, പാലക്കാടും പോയി കണ്ടു. പിന്നെ അത്യാവശ്യം ചിലർക്കൊക്കെ ഇടയ്ക്ക് മോഹൻജിന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പ്രൈവറ്റായിട്ട് കാണാനും സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം കിട്ടി, ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടി, ഒരുപാട് സന്തോഷമായി. ഇതെല്ലാം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരും അങ്ങനെ പോകാൻ സാധിക്കാതിരുന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം പലരും പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഗുരുവിൻ്റെ കൃപ അവിടെ എത്തിക്കും. അതിനുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു ചേച്ചി, കുറച്ച് പ്രായമായ ആൾക്ക് സുഖമില്ല. അപ്പോൾ ചേച്ചി എങ്ങനെ പോകും എന്നുള്ള ഒരു വിഷമത്തിൽ മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി തീർച്ചയായിട്ടും പോകാൻ സാധിക്കും. അപ്പോൾ മോഹൻജിയുടെ പ്രോഗ്രാം ഉള്ളത് കൊല്ലത്താണ്, ചേച്ചി തിരുവനന്തപുരത്ത് കുറച്ച് ദൂരെയാണ്. ചേച്ചി പറയായിരുന്നു, വെളുപ്പാൻ കാലത്ത് ഹസ്ബൻഡിന് വരാൻ പറ്റില്ല, 78 വയസ്സായി മോളെ. ഞാൻ രാവിലെ 3:30 എഴുന്നേറ്റ് കുളിച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ നടന്നാലേ ബസ് സ്റ്റോപ്പിൽ എത്തുള്ളൂ. അപ്പോൾ 4:30 മണിക്ക് ആണ് ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങണ വെളുപ്പിൽ. അപ്പം അറിയാലോ, ആ സമയത്ത് ആരും ഉണ്ടാവില്ല. എന്നാലും ഞാനങ്ങ് നടന്നേക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങി വീടിൻ്റെ പടിക്ക് എത്തിയപ്പോൾ ചേച്ചിയുടെ ഒരു കൂട്ടുകാരത്തി സ്കൂട്ടറും കൊണ്ട് വരികയാണ്. എന്നിട്ട് ചേച്ചിയെ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടുകയാണ്. അതൊരു 5-6 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ചേച്ചിക്ക് നടക്കേണ്ടിയും വന്നില്ല, ഒരു ബുദ്ധിമുട്ടും വന്നില്ല. നേരെ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് കൊല്ലത്തെത്തി മോഹൻജിയെ കണ്ട് അനുഗ്രഹമൊക്കെ മേടിച്ചു. തിരിച്ചു പോകുമ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു. വീട്ടിൻ്റെ അവിടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് പിന്നെ 1 കിലോമീറ്റർ നടക്കണമല്ലോ. അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു പരിചയക്കാരൻ വണ്ടിയും കൊണ്ടുവന്നു. ചേച്ചി പോരുന്നോ എന്ന് ചോദിച്ചു. സുഖമായിട്ട് വീട്ടിലെത്തിച്ചു. അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗുരുവിനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ഗുരുതത്വം തീർച്ചയായിട്ടും വർക്ക് ചെയ്ത് നിങ്ങളെ ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തിക്കും. എന്നാൽ പോണോ വേണ്ടയോ, പോകാൻ സൗകര്യമുള്ളവർ എന്നെ പോണോ വേണ്ടയോ എന്നൊക്കെ സംശയിച്ച് ഇന്ന് പോകാത്തവരുണ്ട്. അപ്പോൾ ഈ സംശയം ഇല്ലാതെ ഗുരുവിനെ വിശ്വസിക്കുന്നവരെ ഗുരു പ്രൊട്ടക്റ്റ് ചെയ്യും. അത് വീണ്ടും 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 നമ്മുടെ ഈ മിറക്കിൾ മെഡിറ്റേഷൻ ഗ്രൂപ്പിലെ സഹോദരിമാർക്ക് അറിയാം. കാരണം ഇവിടെ വന്ന് 2-3 മാസമേ ആയിട്ടുള്ളൂ ഈ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പം സ്ത്രീകൾ വരുമ്പോൾ അവർ വളരെ എന്താ പറയുക, ഇൻറ്റിമേറ്റ് ആയിട്ട് സംസാരിക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ അവർ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചു, നടക്കാൻ പോണില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ വരെ നടക്കാറുണ്ട്. അത്തരത്തിലൊന്നാണ് നമ്മുടെ ബോംബെയിലുള്ള ഒരു ചേച്ചിക്ക് വലിയൊരു ഇൻകം ടാക്സ് നോട്ടീസ് വന്ന് കിടക്കുമായിരുന്നു. ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. ചേച്ചിക്കും ഇതിപ്പോൾ ഒന്നും ചെയ്ത് ഒരു എന്താ പറയുക, വീട്ടിലൊന്നും ചെയ്ത് വീടിൻ്റെ ജോലികളെന്നല്ലാതെ പുറത്തൊന്നും ചെയ്ത് പരിചയമില്ല. എല്ലാം ഭർത്താവാണ് ചെയ്തിരുന്നത്. ഭർത്താവ് പെട്ടെന്ന് മരിച്ചുപോയി. മക്കളാരും അടുത്തില്ല. അപ്പോൾ ചേച്ചി പറയുമായിരുന്നു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇൻകം ടാക്സിൻ്റെ ആ ഒരു നോട്ടീസ് വന്ന് എടുക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള പേപ്പറുകൾ കണ്ടുപിടിക്കണം, വീട് പണിതപ്പം മുതലുള്ള പേപ്പറുകൾ കണ്ടുപിടിക്കണം, എന്ത് ചെയ്യണം എന്നറിയില്ല, ഇത് എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബാബ കൂടെയുണ്ട്, മോഹൻജി കൂടെയുണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ചാൽ എല്ലാം സാധിക്കും. വിത്തിൻ 1 മന്ത് ഞാൻ ആ കാര്യേ വിട്ടുപോയി. ചേച്ചി അത് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ബാബയോടും മോഹൻജിയോടും പ്രാർത്ഥിച്ചോളൂ, ഞാനും പ്രാർത്ഥിക്കാം. പിന്നെ നമ്മൾ മിറക്കിൾ മെഡിറ്റേഷൻ ഗ്രൂപ്പിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ബ്ലെസ്സിങ്സ് അയക്കുന്നുണ്ട്. 1 മാസം കഴിഞ്ഞുള്ളൂ. ചേച്ചി പറയാം, എനിക്ക് അത്ഭുതം പറഞ്ഞറിയിക്കാൻ വയ്യ മോളെ, ദേ എൻ്റെ എല്ലാ പേപ്പറുകളും ശരിയായി ക്ലിയറായി എന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. ഒരാളെ എന്നെ കൊണ്ട് കൂടെ നടന്ന് ചെയ്യിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യിച്ചു. ഇന്ന ആളെ പോയി കാണൂ എന്ന് പറയും. അങ്ങനെ ചെയ്യിച്ച് ഞാൻ ഒരിക്കലും അതിൽ പറഞ്ഞ ആ ഒരു വാചകമാണ്. ചേച്ചി അത് ഗ്രൂപ്പിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിലുള്ളവർക്ക് ചേച്ചിയുടെ പേരറിയാം. അപ്പം ചേച്ചി പറയുകയുണ്ടായിരുന്നു, ഇനി ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് വിശ്വസിക്കില്ല. കാരണം ഭർത്താവ് മരിച്ചു പോയപ്പോൾ ഞാൻ തനിയാണ് എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ സംസാരിക്കില്ല എന്ന്. അത് തന്നെയാണ് മോഹൻജിയുടെ ഈ ഗൈഡഡ് മെഡിറ്റേഷൻ്റെ ഉദ്ദേശവും. സായിബാബ മിറക്കിൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗുരുവുമായിട്ടുള്ള, മോഹൻജിയും ബാബയുമായിട്ടുള്ള ഇവർ രണ്ടും ഒന്നാണ് എന്ന് തുടക്കത്തിൽ പറഞ്ഞാലും ആർക്കും ബോധ്യമാവില്ല. പക്ഷെ പല അനുഭവങ്ങൾ കൊണ്ട് ബോധ്യമാവും. അതായത് കോൺഷ്യസ്നെസ് വൈസ് കണക്റ്റഡ് ആണ്. അപ്പോൾ മോഹൻജിയിലാണെങ്കിലും ഗുരുവിലാണെങ്കിലും വിശ്വസിച്ച് കഴിഞ്ഞാൽ അനുഭവങ്ങൾ കിട്ടുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ്റെ പ്രധാന ഉദ്ദേശം നിങ്ങൾക്ക് ഗുരുവിലുള്ള ഒരു വിശ്വാസം ഉറപ്പിച്ച് ഗുരുവുമായിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ്സുമായിട്ടുള്ള കണക്ഷൻ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കുകയാണ്. അപ്പോൾ പുറത്തുള്ള ഒരാളെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ആ ആൾ കൂടിയുണ്ടെന്ന് വിശ്വസിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസമാണ് കൂടുന്നത്. പതുക്കെ ഈ ഗുരു നമ്മുടെ അന്തരാത്മാവിലിരിക്കുന്ന ആ ഒരു അവബോധമാണ് എന്നൊരു വിശ്വാസം വരും. പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ അന്തരാത്മാവിലിരിക്കുന്നതാണ് ഞാനെന്നൊന്നും പറഞ്ഞ് എത്ര വട്ടം പറഞ്ഞാലും ഇത് കലികാലാണ്, മായ അത്
നമ്മളെ വിശ്വസിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അതിനുള്ള എക്സ്പീരിയൻസുകളാണ് മോഹൻജിയും ബാബയും കൊടുക്കുന്നത്. അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് എല്ലാം ശരിക്കും എന്താ പറയുക, വളരെ മനോഹരമാണ്. അതിലൊന്നാണ് സുഭദ്ര ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ മകൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി മുകളിൽ നിന്ന് വീണ്. ആ ചേച്ചി പിന്നീട് അതിൻ്റെ ഒരു എന്താ പറയുക തുടർച്ചയായിട്ട് ഇതുവരെ ഷിർദിയിൽ പോകാൻ സാധിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ മാസം പോകാൻ സാധിച്ചു. അപ്പോൾ പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ, അതായത് അവിടെ ഭയങ്കര തിരക്കാണ്, അറിയാം, ഷിർദിയിലെ നല്ല തിരക്കാണ്. അവിടെ മണിക്കൂറുകളോളം ക്യൂ നിന്നാൽ പോലും നമുക്കൊന്നും ഒരു ദർശനം കിട്ടി അങ്ങ് പോകാനേ പറ്റുള്ളൂ. അപ്പോൾ സുഭദ്ര ചേച്ചി ഫാമിലി അവിടെ ചെന്ന് നല്ല തിരക്കാണ്, എങ്ങനെ തൊഴുവും എന്നൊക്കെ, എന്നാലും എനിക്ക് ഇവിടെ നിന്ന് തൊഴുവണം, ഒരു ദിവസം അവിടെ താമസിച്ചാൽ തൊഴുതേ അടങ്ങുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട്, അതാ ഒരു പരിചയമില്ലാത്ത ഒരാൾ ഇവരുടെ ഫാമിലിയെ കൂട്ടിക്കൊണ്ടു പോവാണ്. വരൂ വരൂ എന്ന് പറഞ്ഞ് ഓരോ സ്ഥലവും, അതായത് ദ്വാരകാമയി ആയാലും പിന്നെ ചാവടി ആയാലും അവിടെ എല്ലാം കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അതിൽ ആ ദർശനത്തിനായിട്ട് ഇവരെ കൂട്ടിക്കൊണ്ടു പോയപ്പോൾ പറയുന്നത്, ആ ദർശനത്തിന് ഇവരെ വിളിച്ചുകൊണ്ട് പോയി ആ മുമ്പിൽ കൊണ്ടങ്ങ് നിർത്തിയിട്ട് തൊഴുതോളാൻ പറഞ്ഞു. അപ്പം സുഭദ്രേച്ചി പറയുന്നത്, ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ അവിടെ നിറച്ച ജനം, ഞങ്ങളുടെ തൊട്ടു പുറകിൽ ജനക്കൂട്ടാണ്. പക്ഷെ ഞാൻ അവിടെ ചെന്ന് നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് സുഖമായിട്ട് ബാബയെ കണ്ടു തൊഴുതു. അതായത് സായിബാബ മിറക്കിൾ മെഡിറ്റേഷനിൽ പറയുന്നുണ്ട്, ആരും നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല, നിങ്ങളും പൂജാരിയും മാത്രം ആരതി നടക്കുന്നു, നിങ്ങൾ മതിവരുവോളം തൊഴുവാണ് ബാബയെ ഹൃദയത്തിലേക്ക് എടുക്കുന്നത്. അതേ അനുഭവമായിരുന്നു എന്ന് പറയുകയാണ് സുഭദ്ര ചേച്ചിക്ക്. അതായത് സുഭദ്ര ചേച്ചിക്ക് വേണ്ടി വഴി മാറിക്കൊടുക്കുന്നത് പോലെ അങ്ങനെ ബാബയുടെ ആ ഒരു കളിയാണ്. മോഹൻജിയും ബാബയും നമ്മളെ നയിക്കുന്നുണ്ട് കൂടെ നിന്നെന്നുള്ളത് ഉറപ്പ് വരുത്തി തരുന്ന ഒരു അനുഭവമാണ് സുഭദ്ര ചേച്ചിക്ക് ഉണ്ടായത്. ഇതിനേക്കാളും എനിക്ക് എന്താ പറയുക, കേട്ടിട്ട് കണ്ണീന്നൊക്കെ വെള്ളം വരിക, നമുക്ക് കുളിര് പോരുക എന്നൊക്കെ പറയുന്ന ഒരു അനുഭവമാണ് ശൈലജ ചേച്ചി ഷെയർ ചെയ്തിരുന്നത്. ശൈലജ ചേച്ചി ഒരു 2 ആഴ്ച മുമ്പ്, ശൈലജ ചേച്ചിയെ പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചേച്ചിക്ക് ഒരുപാട് ദുരിതം അനുഭവിച്ച ഒരാളാണ്, ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നു പോയതാണ്. പക്ഷെ ആ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ബാബയിൽ ഉള്ള ഒരു വിശ്വാസം ഉറച്ച് പിടിച്ചിരുന്ന ഒരു ചേച്ചിയാണ്. ചേച്ചി ആദ്യമായിട്ട് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത്, ഹസ്ബൻഡ് മരിച്ചുപോയി, ചെറുപ്പത്തിലേ മരിച്ചുപോയി, അതൊരു വലിയ ആഘാതമായിരുന്നു ചേച്ചിക്ക്. ആ ഒരു മരണം വളരെ ദുഃഖകരമായ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അത്രയധികം ദുഃഖത്തിൽ കിടക്കുമ്പോൾ ചേച്ചിയുടെ മുറിയിൽ അന്ന് ഒരുപാട് വിഷമിച്ച് കിടക്കുമ്പോൾ സത്യസായി ബാബയുടെ ആ ഒരു രൂപം തെളിഞ്ഞു കണ്ടു എന്നാണ് പറയുന്നത്. അതീവ ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോഴും ബാബ ഷെറിയായിരുന്നു, നമ്മുടെ കർമ്മഫലം നമ്മൾ അനുഭവിച്ച് തീർക്കണം, അത് ഇല്ല, അത് അനുഭവിച്ച് തീർക്കുന്നുള്ള ഒരു പർപ്പസിലൂടെയാണ് നമ്മൾ, അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഭൂമിയിൽ വരുന്നത്, കർമ്മഭൂമിയാണ്. അപ്പോൾ കർമ്മഫലം അനുഭവിച്ച് തീർക്കാതെ പറ്റില്ല. പക്ഷേ ആ അനുഭവിച്ച് തീർക്കുമ്പോഴും ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ഗുരു പറയുന്ന ആ ഒരു അനുഭവമായിരുന്നു. പിന്നീടും ചേച്ചിക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. അപ്പോൾ ചേച്ചിയുടെ മകൻ്റെ ഒരു ദുഃഖം, ആ ഒരു പ്രശ്നവുമായിട്ടാണ് ചേച്ചി ആദ്യം എന്നെ വിളിച്ചത്. അപ്പോൾ ചേച്ചിക്ക് അതിന് ശേഷം ഇങ്ങനെ അനുഭവങ്ങൾ, അപ്പോൾ ആ ഒരു സമയത്ത് ചേച്ചി ആ മകൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ടൊരു തോട്ട്, അങ്ങനെയുള്ള തോട്ട്സ് എപ്പോഴും ഹയർ കോൺഷ്യസ്നെസ്സിൽ നിന്ന് മോഹൻജിയിൽ നിന്നൊക്കെ വരുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ശൈലജ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, നമുക്ക് അന്നദാനം നടത്തിയാലോ, എല്ലാ മാസവും ചേച്ചി തിരുവണ്ണാമലയിൽ ഒരു അന്നദാനം നടത്തും. കാരണം ആ സമയത്താണ് തിരുവണ്ണാമലയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായത്. എൻ്റെ വീഡിയോകൾ വായിച്ച് ചെയ്യുന്നവർക്കറിയാം, ഒരു അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൊബൈൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മൊബൈലിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് കിഷോറിന് ഇങ്ങനെ മിസ് കോൾ പോയിക്കൊണ്ടിരുന്നു. കിഷോറാണ് തിരുവണ്ണാമലയിൽ ഇൻചാർജ്, അതായത് മോഹൻജി ഹോം ഫോർ സീനിയേഴ്സ്, അശരണരായ വൃദ്ധരായ ആൾക്കാർക്ക് അഭയം കൊടുക്കുന്ന മോഹൻജി തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവിടേക്ക് കിഷോറിന് ഇങ്ങനെ ഞാൻ അറിയാതെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മൊബൈലിൽ നിന്ന് ഇങ്ങനെ മിസ് കോൾ പോയിക്കൊണ്ടിരുന്നു. ഞാനാണെങ്കിൽ ഒരു സേവ ചെയ്യുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ കിഷോറിൻ്റെ കോൾ അതേ സമയത്ത് തന്നെ എനിക്കും വരുന്നു വീഡിയോ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല, എനിക്കത് എടുക്കാൻ സാധിക്കുന്നില്ല. പിന്നീട് ഞാൻ എടുത്തപ്പോൾ കിഷോർ എനിക്ക് അവിടെ കാണിച്ചു തരികയാണ്, ചേച്ചി ഏതായാലും ഞാൻ ഇവിടെയാണുള്ളതെന്ന് നോക്കൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് മിസ് കോളുകൾ തുരുതുര ചെല്ലുന്നതെന്ന് കിഷോർ പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫോണിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, കാരണം ഫോൺ ലോക്ക്ഡാണ്. അപ്പോഴാണ് അവിടുന്ന് ഒരു എന്താ പറയുക, ഒരു ഡിവൈൻ കോളാണ് വരുന്നത് എന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ അറിയാതെ നടന്ന അന്നൊരു കുസൃതിയായിട്ട് തോന്നിയെങ്കിലും ഞാനിത് ഷെയർ ചെയ്തതിന് ശേഷവും പിന്നീട് നടന്ന സംഭവങ്ങൾക്ക് നമുക്ക് മനസ്സിലായി. കാരണം അവിടെ അന്നദാനം നടത്തിയ പലർക്കും ആ ഒരു ശാന്തതയും ഒരു കർമ്മ മോചനമൊക്കെ ലഭിച്ചു എന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി. പിന്നീട് ധാരാളം അന്നദാനങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തിരുവണ്ണാമലയിലേക്ക് ആ ക്ഷേത്ര പരിസരത്ത് അന്നദാനം കൊടുക്കുന്നുണ്ട്. അതിനായാലും സീനിയേഴ്സിനായാലും നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം അവിടേക്ക് അന്നദാനം തുടങ്ങിയത് ശൈലജ ചേച്ചിയാണ്, ഫസ്റ്റ് അന്നദാനം തുടങ്ങിയത്. ഇതൊക്കെ ഒരേ സമയത്തായിരുന്നു. അപ്പോൾ ചേച്ചി അതിന് ശേഷം ഒരു
മുടക്കവും കൂടാതെ അവിടെ അന്നദാനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ശൈലജ ചേച്ചിയുടെ ആ ഒരു മെസ്സേജ് ഞാൻ കണ്ടു ഗ്രൂപ്പിൽ. ഞാൻ ശ്രുതിയിലേക്ക് പോവുകയാണ്, നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഉധി വേണം എന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക എന്ന്. അപ്പോൾ ഈ മെസ്സേജ് കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയും വന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, ചേച്ചി ഇത് എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? അവർ ബാംഗ്ലൂരിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ശ്രുതി പോയിട്ടില്ലേ? കാരണം ശ്രുതിയിൽ ഉധി കിട്ടാൻ വലിയ പാടാണ്. നമ്മൾ ദർശനം എല്ലാം കഴിഞ്ഞ് ചെല്ലുമ്പോൾ 2 പാക്കറ്റ് ഉധിയാണ് നമുക്ക് കിട്ടുക. പിന്നെ നമ്മൾ ഒന്നും കൂടെ ദർശനം കഴിഞ്ഞ് എന്നാൽ 2 പാക്കറ്റും കൂടെ കിട്ടും. എന്തെങ്കിലും വഴിപാട് കഴിച്ചാൽ ചിലപ്പോൾ 2 പാക്കറ്റും കൂടെ കിട്ടും. അങ്ങനെ കൂടി വന്ന ഒരാൾക്ക് ഒരു 4-5 പാക്കറ്റ് കിട്ടും. ചേച്ചിയും മകനും കൂടെ പോകുമ്പോൾ അവർക്ക് എത്ര പാക്കറ്റ് കിട്ടും? ഈ മെസ്സേജ് നമ്മുടെ ഗ്രൂപ്പിലിട്ടാൽ എനിക്കറിയാം, ഉധി മോഹൻജിയുടെ ഐക്കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ തുരുതുരാ മെസ്സേജ് വരും, എനിക്ക് തരുമോ എന്ന് വെച്ച്. ഈ 8-10 പാക്കറ്റും കൊണ്ടുവന്നിട്ട് ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു 50 മെസ്സേജ് വരുമല്ലോ. ചേച്ചി ഇത് എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ പറഞ്ഞേക്കണേ ആവോന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. ഞാൻ എന്തായാലും ചോദിച്ചില്ല. നമ്മുടെ ഗ്രൂപ്പിൽ ഷിർദിയിൽ പോയിട്ട് അനുഭവമുള്ള ആരും ചോദിച്ചില്ല. കുറച്ച് പേർക്ക് അറിയാം അവിടെ കിട്ടില്ല എന്ന്. പക്ഷെ കുറേ പേര് ഇങ്ങനെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഇവരൊക്കെ ഇപ്പോൾ കിട്ടുന്ന വിചാരിച്ചാണല്ലോ ടൈപ്പ് ചെയ്യണത്, ഇവർക്ക് നിരാശരായി പോകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജുകൾ വരുന്നു, എക്സ്പീരിയൻസ് ഷെയറിങ്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞു, ചേച്ചി ശ്രുതിയിൽ പോയി എന്നുള്ളത് ഞാൻ അറിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എനിക്കൊരു കോള് വന്നു. പക്ഷേ അപ്പോൾ ആ സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു മെസ്സേജ് ഇട്ടു, ഞാൻ ശ്രുതിയിൽ പോയി വന്നു കേട്ടോ ദീപ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീണ്ടും ഞാൻ വിളിക്കാം എന്ന് കരുതി. പക്ഷെ കുറച്ച് തിരക്കുകൾ കാരണം വിളിച്ചില്ല അപ്പോൾ ഞാൻ ശൈലജ ചേച്ചിക്ക് ഒരു വാട്സാപ്പ് മെസ്സേജാണ് അയച്ചത്. ചേച്ചി പോയിട്ട് വന്നിട്ട് എന്നിട്ട് വിശേഷം, എനിക്ക് വിളിക്കാൻ സമയം കിട്ടിയിട്ടില്ല, ഞാൻ വിളിക്കാട്ടോ എന്ന് പറഞ്ഞു. അപ്പം ദീപ എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടായി ഷിർദിയിൽ എന്ന് പറഞ്ഞിട്ടാണ് മറുപടി വന്നത്. അപ്പോൾ തന്നെ ഞാൻ അയ്യോ എന്താണ് എക്സ്പീരിയൻസ്, ഇത് എനിക്ക് ഷിർദിയിൽ പോയി എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം ബാബയുടെ ഒരു ലീല. ഞാൻ വേഗം ചേച്ചിയെ വിളിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ അവിടെ ചെന്നു, തൊഴുതു, എല്ലാം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ആകെ 2 പാക്കറ്റ് ഉധിയാണ് കിട്ടുക. ഞാനാണെങ്കിൽ എല്ലാവരോടും പറയുകയും ചെയ്തു ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ വിഷമിച്ചിട്ടാണ് ഞാൻ ചെല്ലണത്. അപ്പോൾ ചെല്ലുമ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ അവരൊരു മേശവലിപ്പിൽ നിന്ന് 2 പാക്കറ്റ് ഉധിയെടുത്ത് കൊടുക്കുകയെ ചെയ്യുള്ളൂ. അപ്പോൾ അത്രേ കിട്ടുള്ളൂ. ചേച്ചി അങ്ങ് ചെല്ലുമ്പോൾ കാണുന്നത് നല്ല വെള്ള വസ്ത്രം, അതായത് വെള്ള കുപ്പായവും മുണ്ടുമൊക്കെ ധരിച്ച് തലയെക്കെട്ടൊക്കെ കെട്ടി പ്രായമായ ഒരു അപ്പൂപ്പനെ പോലെ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. മേശപ്പുറത്ത് ഒരു കൂമ്പാരമായിട്ട് ഉധി പാക്കറ്റുകൾ. അപ്പം ഈ രൂപവർണ്ണനയൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആളെ പിടികിട്ടിയെന്ന് തോന്നുന്നു. എനിക്കും അങ്ങനെയായിരുന്നു. ആ രൂപവർണ്ണന കേട്ടപ്പോൾ ഉള്ളിലേക്ക് തെളിഞ്ഞു വരുന്നത് നമ്മുടെ ബാബയുടെ രൂപം തന്നെയാണ്. എന്നിട്ട് ശൈലജ ചേച്ചി അടുത്തെത്തിയപ്പോൾ ആ ആള് പറയാത്രേ, എത്ര വേണമെങ്കിലും എടുത്തോളൂ, ആവശ്യമുള്ള അത്ര എടുത്തോളൂ. എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ശ്രുതിയിൽ പോയത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. ഇത്രയും അങ്ങ് എടുത്തോളാൻ പറയാന്ന്. അപ്പോൾ ശൈലജ ചേച്ചിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബാഗ് തുറന്ന് ഒരു 2 കൈ വാരി അതിലേക്ക് ഇട്ടു. പിന്നെ നമുക്ക് തോന്നൂല്ലേ ഇത് എടുത്തോളാൻ പറഞ്ഞെന്ന് വെച്ചിട്ട് ഇത് മുഴുവനെ വാരിക്കൊണ്ട് പോകാൻ പറ്റുമോ? എങ്കിലും ഗ്രൂപ്പിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു പോണതിന് മുമ്പ് ഒരു 10-50 പേരെങ്കിലും അഡ്രസ്സ് അയച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് പിന്നെ തൊഴുവാൻ പോയി. അപ്പോൾ ഈ തൊഴുവാനായിട്ട് 2-3 മണിക്കൂർ എടുക്കും. നിങ്ങൾക്കറിയാം, പോയിട്ടുള്ളവർക്ക് അറിയാം ശ്രുതിയിലെ തിരക്ക്. അപ്പോൾ ക്യൂ ഒക്കെ നിന്ന് തൊഴുത്തൊക്കെ 2 മണിക്കൂർ 2.5-3 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ ഇവിടെയാണെങ്കിൽ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് മാറും. ഈ ഉധി കൊടുക്കുന്ന സ്ഥലത്ത് 1 മണിക്കൂർ എടുക്കുമ്പോൾ ആൾ മാറിയിട്ടാണ് ഇരിക്കുക. പക്ഷെ ശൈലജ ചേച്ചി സമയമെടുത്ത് തൊഴിൽ വന്നപ്പോഴും അതേ മേശയിൽ അതേ അപ്പൂപ്പൻ അത്രയും ഉധിയായിട്ടിരിക്കുന്നു. പിന്നെ ശൈലജ ചേച്ചി എന്താ പറയുക, ആവശ്യത്തിന് വാരി എടുത്തോളൂന്ന്. ചേച്ചി ആ ബാഗ് നിറച്ച് കൊണ്ടുപോയ ബാഗ് നിറച്ച് ഉധി പാക്കറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 100-150 ഉധി പാക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ചേച്ചിയുടെ അടുത്ത്. അപ്പം എന്നോട് അങ്ങനെ പറയണം. അപ്പം എനിക്കിത് കേട്ടിട്ട് ഞാൻ വിചാരിച്ചു ഇത് എന്തൊരു അത്ഭുതം. ഞാൻ ഇവിടെ ഇരുന്ന് വിചാരിച്ചത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ലെന്ന്. പക്ഷെ ബാബയുടെ ലീലകൾ ആരറിയണം? ഒരു കടലിൻ്റെ ആഴം അറിയാൻ പറ്റും, പക്ഷെ ഒരു ഗുരുവിൻ്റെ എന്താ പറയുക ആ കോൺഷ്യസ്നെസ്സിൻ്റെ ലീലയുടെ പരപ്പ് അറിയാൻ നമുക്ക് പറ്റില്ല എന്ന് പറയുന്ന പോലെ. അപ്പം ശൈലജ ചേച്ചിയുടെ ആ മനസ്സ് ബാബയ്ക്ക് ഇഷ്ടമായി. കാരണം എല്ലാവർക്കും കൊടുക്കാം. കാരണം 2 പാക്കറ്റ് 3 പാക്കറ്റൊക്കെ കിട്ടിയാൽ ആരും കൊടുക്കില്ല, ഇത് വെച്ചേക്കാം. അല്ലെങ്കിൽ ഒരു 10 പാക്കറ്റ് കിട്ടിയാലും വരികയും തീരുമ്പോൾ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് വെക്കുകയാണ് പൊതുവേ. അത് ബാബയുടെ ആ ഉധിയോടുള്ള സ്നേഹം കൊണ്ടാണ്.
പക്ഷെ ശൈലജ ചേച്ചി കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ എന്നാ എല്ലാവർക്കും ഗ്രൂപ്പിലെ കൊടുത്തു വിട്ടേക്കാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് നോക്കാം, എല്ലാവർക്കും ബാബ ഊതി കൊടുത്ത് വിട്ടിട്ടുണ്ട്. ആവശ്യക്കാരൊക്കെ വേഗം അഡ്രസ്സ് ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ തൊരുതരാന്നിങ്ങനെ അഡ്രസ്സുകൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അവർ ശൈലജ ചേച്ചി എല്ലാവരുടെയും അഡ്രസ്സൊക്കെ ഇരുന്ന് എഴുതി ഊതി പാക്കറ്റൊക്കെ അയക്കുന്ന തിരക്കിലായിരിക്കും. നേരം കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴും ഗ്രൂപ്പിലൊന്നും കയറുന്നില്ല, കാരണം ഇത് മുഴുവൻ അയക്കണ്ടേ 100 പേർക്കും. അപ്പോൾ അങ്ങനെ രസകരമായിട്ടൊരു ലീലയും കൂടി ഉണ്ട്. പിന്നെ അടുത്തൊരു സംഭവം, അപ്പോൾ അതായത് നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കൊക്കെ ഒരു ആവശ്യമുണ്ടോ, ബാബയെ വിളിക്കുന്നുണ്ടോ, ഞാൻ കൂടെ ഉണ്ട് എന്ന് ഗുരു മോഹൻജി ആയാലും ബാബയായാലും നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെഡിറ്റേഷൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്. സായിബാബ മിറക്കിൾ മെഡിറ്റേഷൻ ആണെങ്കിലും പവർ ഓഫ് പ്യൂരിറ്റി മെഡിറ്റേഷൻ ആണെങ്കിലും ആ ഗുരുവായിട്ടുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക മാത്രമേ ചെയ്യുന്നത്. പിന്നീട് നമുക്ക് വേണമെങ്കിൽ നാമജപത്തിലൂടെ അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ ഗുരുവിൻ്റെ പാദങ്ങൾ ഹൃദയത്തിൽ വെച്ച് ധ്യാനിക്കാവാം, ഗുരുവിൻ്റെ രൂപം ധ്യാനിക്കാവാം. അതും അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ധ്യാനിക്കാം. കാരണം ആ ഗുരു കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വരികയാണ്. ഈ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പം ആ സഹോദരിയുടെ പേര് ഞാൻ പറയുന്നില്ല, അവിടെ വന്ന എല്ലാവർക്കും അറിയാം, നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സഹോദരി ആണ് അവിടെ ഗുരുവായൂർ നമുക്ക് പവർ ഓഫ് പ്യൂരിറ്റി മെഡിറ്റേഷൻ കണ്ടക്ട് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ച് അതിന് മുൻകൈ എടുത്തത്. അപ്പം ഞാൻ ചെന്നപ്പം ആൾക്കും ഇതുപോലെ ഒരു പേഴ്സണൽ ബുദ്ധിമുട്ടുണ്ട്. സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ ഓർത്തിട്ടാണ് ആൾക്കൊരു സ്ട്രോക്കൊക്കെ വന്ന് ബോഡി തളർന്ന് കിടക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തുള്ളൊരു വല്ലാത്ത ദുഃഖമുണ്ട്. അപ്പോൾ ആളിങ്ങനെ പറഞ്ഞു, എനിക്ക് ഭക്തിയൊക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ ഭക്തി ശരിയല്ല, എനിക്കിങ്ങനെ മനസ്സ് ചഞ്ചലപ്പെടുന്നു, എനിക്ക് നാമം ജപിക്കാനും പറ്റും, നാമമൊക്കെ ഞാൻ ജപിക്കുന്നുണ്ട്, പക്ഷെ അധികം നേരം എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഭക്തി ഒന്ന് ഉറപ്പിക്കാൻ എന്താ വഴി? ഞാനപ്പോൾ ഇന്ന് രാവിലെ ബാബയോട് ഇങ്ങനെ ഉറക്കിരുന്ന് ചോദിച്ചു, ഞാൻ പറയണത് വല്ലതും കേൾക്കണുണ്ടോ ബാബ, ഉറക്ക ചോദിച്ചു. അപ്പോൾ എനിക്ക് ചിരി വന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്ര ഉറക്ക ചോദിക്കുന്നത്, തൊട്ടടുത്തിരിക്കുന്ന ആളോട്, ദൂരെ ഇരിക്കുന്ന ആൾ കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ ഷൗട്ട് ചെയ്യുക അലറുകയൊക്കെ ചെയ്യുക. തൊട്ടടുത്തിരിക്കുന്ന ആളോട് നമ്മൾ പതുക്കെ ചോദിച്ചാൽ മതി, ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി, ഉത്തരം കിട്ടും. എന്നാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മിറാക്കിൾ ബാബ കാണിച്ചു തരില്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബാബോട് പറ, എനിക്ക് എന്തെങ്കിലും ഒരു മിറാക്കിൾ കാണിച്ചു തരാൻ പറ. അപ്പോൾ കാണിച്ചു തരും എന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ പവർ ഓഫ് പ്യൂരിറ്റി ഒക്കെ ചെയ്ത് അതിലൊക്കെ നല്ല നല്ല എക്സ്പീരിയൻസുകൾ നമ്മുടെ സഹോദരിമാർക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിലെ 6-7 പേര് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗുരുവായൂർ ദർശനമൊക്കെ കഴിഞ്ഞ് ഗുരുവായൂർ ഒരു സായിബാബ ടെമ്പിൾ ഉണ്ട്. അത് അധികം ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല. ഇത്ര കാലം പോയിട്ട് എനിക്ക് പോകാവുന്ന ദൂരത്ത് എവിടെയെങ്കിലും ബാബ ടെമ്പിൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് പോലും അത് നെറ്റിലൊന്നും വന്നിട്ടില്ല. മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് പോകുമ്പോൾ ഒരു നടക്കാനുള്ള ദൂരമേ ഉള്ളൂ നമുക്ക്. ഞങ്ങൾ നടന്നാണ് പോയത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് രാവിലെ ഞാൻ ഈ സഹോദരിയും എൻ്റെ മോളും കൂടെ നടന്നു പോകുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഷിർദി ബാബ ടെമ്പിൾ ഉണ്ട്. അടുത്ത കാലത്ത്, അതും ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഗുരുവായൂർ ദർശനത്തിന് പോകുമ്പം ബാബയുടെ ടെമ്പിളിലും ഒക്കെ പോയി തൊഴുക. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴാണ് അവിടെ പൂജ ചെയ്യുന്ന അദ്ദേഹം ഞങ്ങളെ കണ്ട ഉടനെ എഴുന്നേറ്റ് പോയി കുളിക്കുകയാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം കുളി കഴിഞ്ഞ് ഓടി വന്നു. എന്നിട്ട് ആ പാപ്പയെ ധരിപ്പിച്ചിരുന്ന ആഭരണങ്ങളൊക്കെ അഴിച്ച് തലേ ദിവസം അണിഞ്ഞിരുന്ന പൂമാലയൊക്കെ അപ്പം എടുത്ത് മാറ്റണേയുള്ളൂ. അപ്പം 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ തൊഴുത് പാപ്പയെ നമസ്കരിച്ചിരുന്നപ്പോൾ ആ അഭിഷേകം ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അത് ഞങ്ങൾ തീരെ പ്രതീക്ഷിക്കുന്നില്ല, അതൊന്നും പ്രതീക്ഷിച്ചല്ല ചെന്നത്. അപ്പം ഞങ്ങൾക്ക് അഭിഷേകം ചെയ്യാനായിട്ട് അവസരം തരികയാണ്. അത് കഴിഞ്ഞിട്ട് ബാബയെ മാല ഇടിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചിട്ട്, പിന്നെ അനികയെ വിളിച്ച് ഒരു ചെറിയ മാല ഇടിച്ചു. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഈ ഒരു സഹോദരിയുടെ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾ തമ്മിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു അവരുടെ അമ്മയെക്കുറിച്ച്. അത് അങ്ങനെ ഒരു തോന്നൽ വന്ന് അങ്ങനെ ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. പക്ഷെ പിന്നീട് നടന്നതൊക്കെ അത്ഭുതമാണ്. കാരണം ആ പൂജ ചെയ്ത ആൾ ഇന്ന് ഞങ്ങളോട് ആ ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അവിടെ താഴെ വച്ചിരിക്കുന്ന ഒരു ഗണപതിയുടെ ലിംഗം ഞങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പം ഞാനത് ശിവലിംഗം എന്നാണ് ആദ്യം ധരിച്ചിരുന്നത്. പക്ഷെ അതിലെ പൂമാല എടുത്ത് കാണിച്ചിട്ട് മാറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞു, ആ അമ്പലം സ്ഥാപിച്ച ആ ഗുരു, അദ്ദേഹം കൈലാസത്തിൽ പോയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയതാണത്. അദ്ദേഹത്തിൻ്റെ കാറിൽ അദ്ദേഹത്തിൻ്റെ അടുത്തായിട്ട് വന്ന് വീഴുകയായിരുന്നു. ഇതുപോലെ തന്നെ ഒരു അനുഭവം നമ്മുടെ മോഹൻജി ഭോഗ്നാഥരുടെ അവിടെ ധ്യാനിച്ചപ്പോൾ ഉള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തേ ഉള്ളൂ. പക്ഷെ എനിക്ക് അത്ഭുതം എന്ന് പറയട്ടെ, ഇത് അതുപോലെ തന്നെ ഒരു ഗണപതിയുടെ ഒരു രൂപമാണ് അവിടെ. തുമ്പിക്കൈയും, ആ തുമ്പിക്കൈയിൽ കണ്ണുണ്ട്, തുമ്പിക്കൈയിൽ ഒരു ചെറിയ മഞ്ഞ കളറിൽ ലഡു പിടിച്ചിരിക്കുന്നത് പോലെ.
അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഷിർഡി ബാബയുടെ ഫോട്ടോ തെളിഞ്ഞിട്ട് ആ രൂപം തെളിഞ്ഞു. ഓഹോ ഇതിന്റെ തുമ്പത്ത് കാണുന്ന ലഡു അല്ലേ? അതെ, ഇത് രണ്ടും കണ്ണ്, ഇത് തുമ്പിക്കൈ, ഇത് പൊട്ട്, ഇത് ലഡു. അത് 2017 ഈ ഒരു അനുഭവം ഉണ്ടായത്. അത് അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ച് പിന്നെ ആ ഒരു വിഗ്രഹവും അവിടെ സ്ഥാപിച്ചു. അപ്പോൾ ഈ ഒരു എന്താ പറയുക, പൂജ നടത്തുന്ന ആൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് 2017 പക്ഷാഘാതം ഉണ്ടായി ICUയിലായി, ഹോസ്പിറ്റലിലായതാണ്. ഇനി ഒരിക്കലും നടക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞതാണ്. പക്ഷേ ബാബയുടെ ഈ പൂജ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട അദ്ദേഹം 7 ദിവസത്തിന് ശേഷം അത്ഭുതകരമായിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നടന്നു പോരുമായിരുന്നു. അപ്പോൾ ഇതേ അനുഭവം ആണ് ഇദ്ദേഹം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പതുക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുടെ അടുത്തേക്ക് മുഖത്തേക്ക് നോക്കുകയാണ്, സഹോദരിയുടെ മുഖത്തേക്ക്. ആൾ വളരെ വിഷമിച്ചിരിക്കുകയാണ്. ചേച്ചിയുടെ ഭർത്താവിനൊന്ന് സംസാരിക്കാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട്. അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങൾ രാവിലെ ആ കുട്ടിയുടെ അമ്മയുടെ, സഹോദരി അമ്മയുടെ കാര്യം പറഞ്ഞ് സംസാരിച്ച് നിർത്തി. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ വരണമെന്ന് പറഞ്ഞ് അതിനെ ബാക്കി എന്നോണം അതിനൊരു സൊല്യൂഷനും കൂടെ അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് ബാബയുടെ വലിയ 2-3 ചിത്രങ്ങൾ എടുത്ത് തരികയാണ്. ഇത് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് ബാബയുടെ കാർഡും തന്നു. അതുകൂടാതെ പുട്ടപർത്തിയിൽ നിന്നുള്ള വിഭൂതിയും ഈ കുട്ടിക്ക് എടുത്ത് കൊടുക്കുകയാണ്. ഈ വയ്യാതെ കിടക്കുന്ന ആൾക്ക് ഇത് തലയിണക്കയിൽ വയ്ക്കൂ, നാക്ക് തൊട്ട് കൊടുക്കും. അപ്പം ഞാനിങ്ങനെ മനസ്സിലാലോചിക്കും, ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് ഈ ഒരു സഹോദരിക്ക് വേണ്ടത്? കാരണം ബാബ എന്നെ കേൾക്കുന്നുണ്ടോയെന്ന് ഉറക്കെ ചോദിച്ചപ്പോൾ ഉറക്കെ തന്നെ ബാബ ഉത്തരം കൊടുക്കുക, കേൾക്കണമുണ്ട്, അനുഗ്രഹം തരണമുണ്ടെന്ന്. അത് കഴിഞ്ഞ് ഈ ഫോട്ടോയെല്ലാം കൊണ്ട് അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. ആൾ പോവാണ്. പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മനസ്സ് എന്താ പറയുക, മങ്കിയെ പോലെയാണ്. നമ്മുടെ മനസ്സെന്ന് പറയുന്നാൽ ഒരു കുരങ്ങൻ്റെ പോലെയാണ്. അതിങ്ങനെ ചാടിക്കളിച്ചുകൊണ്ടിരിക്കും. സംശയിക്കാനായിട്ട് നമ്മൾ വിട്ടുകൊടുത്ത ആ മനസ്സ് കുരങ്ങനായിട്ട് മാറും. പക്ഷേ അതേ ഇത് തന്നെ ഹനുമാനാക്കി മാറ്റാനുമുള്ള കഴിവ് നമുക്ക് തന്നെ ഉണ്ട്. ഭക്തിയിലൂടെ, ഭഗവാന്റെ ഭക്തിയിലൂടെ ആ മനസ്സിനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ആ ഒരു കുരങ്ങനെ തന്നെ ഹനുമാനാക്കി നിർത്താനും സാധിക്കും. അത് ആ സഹോദരിക്ക് മൈത്രി ചെയ്തപ്പോൾ അതേപോലെ തന്നെ ഒരു വിഷ്വലായിരുന്നു തെളിഞ്ഞു വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സഹോദരിക്ക് ഞാൻ മൈത്രി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഇത് സന്ദേശം ഗുരുക്കന്മാർ എനിക്ക് തന്നതാണ്. ഒരു കുരങ്ങനിൽ നിന്ന് ഹനുമാനിലേക്കുള്ള ഒരു പരിണാമമാണ് വേണ്ടത്. ഭക്തിയുണ്ട്, ആൾക്ക് ഭക്തി വേണമെന്ന ആഗ്രഹമുണ്ട്. അത് ബാബ കാണുന്നുണ്ട്, ബാബ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതിന് നമ്മളുടെ ഉറച്ച വിശ്വാസം വേണം, ചഞ്ചലപ്പെടരുത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. കാരണം ബാബ കൂടെ ഉണ്ടെന്ന് തെളിയിച്ചു കൊടുക്കുകയാണ്. കാരണം ഇങ്ങനൊരു സായി ടെമ്പിൾ ഉണ്ടെന്ന് എനിക്കും അറിയില്ലായിരുന്നു, ഈ സഹോദരിക്കും അറിയില്ലായിരുന്നു. ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആ പൂജ ചെയ്യുന്ന ആൾ പറഞ്ഞത്, എനിക്ക് ഞാൻ സാധാരണ 6 മണിക്ക് ചെയ്യാറുണ്ട് അഭിഷേകം എല്ലാം ചെയ്ത് വന്നിതെല്ലാം മാറ്റി 6:30 ആകുമ്പോഴേക്കും അഭിഷേകം എല്ലാം കഴിഞ്ഞു ഒരുക്കുന്നു. പക്ഷേ എനിക്ക് എന്തോ ഒരു വയ്യായി തോന്നി. 7 മണിക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹം മുൻവശത്തിരിക്കുക. ഞങ്ങളെ കണ്ടതും എന്തോ ഞങ്ങളെ കാത്തിരിക്കുന്ന പോലെ എഴുന്നേറ്റ് ഓടിപ്പോയി കുളിച്ചിട്ട് വരിക ചെയ്തത്. അപ്പോൾ അതൊക്കെയാണ് ബാബ തരുന്ന തെളിവുകൾ. ഈ ഫോട്ടോയും കൊണ്ട് ഞാൻ പിന്നെ നമ്മുടെ വേറൊരു മോഹൻജി ഗ്രൂപ്പിലുള്ള 2 സഹോദരിമാരുണ്ട്. അവിടെ അടുത്ത് ചെന്നപ്പം ഒരാൾക്ക് കൊടുക്കണം എന്ന് എനിക്ക് തോന്നിയിരുന്നു ഫോട്ടോ. അപ്പോൾ ആൾ എന്നോട് പറയാം, ഞാൻ ഇന്ന് ഗുരുവായൂർ മുഴുവനും ബാബയുടെ ഒരു ഫോട്ടോ ഉണ്ടോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും വിഗ്രഹം ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഈ കടകളിൽ മുഴുവൻ കയറി ഇറങ്ങിയിട്ട് വരുമായിരുന്നു. പറഞ്ഞാൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞത് ബാബ കൊടുത്തു വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളുടെ കണ്ടങ്ങ് നിറയുകയാണ്. അതാണ് ബാബയുടെ ഒരു ലീല. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ധാരാളം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. കൂടെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ കൂടെ ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ബാബ. നമുക്ക് വേണ്ടത് എന്താണ്? വിശ്വാസം മാത്രമാണ്. ഉറപ്പിച്ച് വിശ്വസിക്കുക. നമ്മുടെ ഒരു പാത്തിൽ ഗുരുവാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഗുരുവിലുള്ള ഉറച്ച വിശ്വാസം മാത്രം മതി. അപ്പോൾ പലരും ഇങ്ങനെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ്. വീണ്ടും ഇതുപോലത്തെ അനുഭവങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുന്നതാണ്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.